ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറും തിങ്കളും ദിവസത്തെ വീഡിയോ ആണ് ഇതിൽ ആഡാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഞാൻ രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിനെത്തി പിന്നെ തേങ്ങ ചിരകുന്നതിൻ്റെ ഫിറ്റിങ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഊരിയിട്ടൊന്ന് കാണിച്ചത്. അത് തേങ്ങ ചിരകുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഇതാ അവൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് പുറത്തുനിന്ന്. ഞാൻ വേഗം കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. കുഴലപ്പവും കാജിയും ബിരിയാണിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കി തീരൂല, കുറച്ചധികം വേണം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കുഴലപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഓള് തേങ്ങ വറുത്തിട്ടും വെക്കുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് കുഴലപ്പം മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാവ് കുറച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നല്ലപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചിരവിയതും പിന്നെ അതൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മധുരമുള്ള കുഴലപ്പാന്ന് കേട്ടോ എപ്പോഴും ഉണ്ടാക്കൽ. ഇത് കസ്റ്റമർക്ക് മധുരമില്ലാത്ത കുഴലപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മധുരമില്ലാത്തതാണ് ഉണ്ടാക്കുന്നത്. ഇത് പരത്താൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. പിന്നെ എളുപ്പത്തിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതൊന്നാണ് കുഴലപ്പം. അതുകൊണ്ട് എല്ലാം ആയതിനു ശേഷമേ തീ പറ്റിച്ചിട്ട് എണ്ണ വെക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ ഇതാ ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കി വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം അധികമായിട്ടുണ്ട്. എത്ര പൊടിയിട്ട് കുഴച്ചിട്ടും അതൊന്നും ലെവലാകുന്നില്ല. പിന്നെ അവസാനം എങ്ങനെയല്ലോ കുഴച്ച് ഒരു പാകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവിടെ തളരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അതിനെ ഒരു പാകത്തിലെത്തിച്ചിട്ടേ നമ്മൾ നിന്നോളൂ. ഇങ്ങനെ ആക്കിയതുകൊണ്ട് 3 കിലോ കുഴലപ്പം വേണ്ടെടുക്കാൻ 4 കിലോ കിട്ടിയിട്ടുണ്ട്. 1 കിലോൻ്റെ മാവ് ഞാൻ അധികം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ തൂക്കിയിട്ട് എടുക്കുന്നതല്ല കേട്ടോ. മൈദ മാവൊക്കെ പിന്നെ എൻ്റെ ഒരു ഏകദേശ കണക്കിൽ കാൽക്കുലേഷൻ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം കണക്കായിട്ട് കിട്ടലും ഉണ്ട്. പിന്നെ ഇത് ഞാൻ വെള്ളം കയറിയത് കൊണ്ട് കുറച്ച് പൊടിയിട്ട് കുഴച്ചത് കൊണ്ട് എന്താക്കി 1 കിലോവും പോരെ അധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ പരത്തി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതേ ലെവലിലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് പരത്തി കൊടുക്കണം. പിന്നെ ഇതാ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ കുഴലപ്പം ഉണ്ടാക്കൽ. വേറൊരു ലെവലിൽ ഉണ്ടാക്കാൻ നമുക്കറിയില്ല. ഇതേപോലെയാണ് നമ്മൾ കുഴലപ്പം ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ കുഴലപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോ ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഇടുന്നുണ്ട്, ലിങ്ക് ചോദിച്ചിട്ട്. അവർക്കെല്ലാം ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്ന കേക്ക് ഉരുണ്ട കേക്കും മറ്റേ ഞാൻ ലിങ്ക് ഇട്ട കേക്ക് കട്ട് ചെയ്തിട്ടുള്ളതുമാണ്. സെയിം ടേസ്റ്റ് തന്നെയാണ്, രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം അത് കട്ട് ചെയ്തതാണ്. ഞാൻ കൊടുക്കാനും ഞാൻ കഴിക്കാനും എങ്ങനെയും കേക്ക് ഉണ്ടാക്കൽ ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടി ഇടലാന്ന്. അല്ലാതെ ഞാൻ മുറിച്ചിട്ടൊന്നും ചെയ്യലില്ല. അത് പിന്നെ വെട്ട് കേക്ക് എന്നുള്ളൊരു പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടി കൊടുത്തതാണ്. അല്ലാതെ ഞാൻ സാധാ നോർമൽ ഈ ടേസ്റ്റ് തന്നെയാണ് ആ കേക്കിനും. അതുപോലെ കത്തി കൊണ്ട് മുറിച്ചൊന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം മെത്തേഡാണ് അതിൻ്റെ മാവ് കുഴക്കുന്നതും എല്ലാം. പിന്നെ അതേ ലെവലിൽ കുഴച്ചെടുത്താൽ സെറ്റായിട്ട് കേക്ക് കിട്ടുന്നതാണ്. പിന്നെ കുറേ പേരുടെ സംശയമുണ്ട് അതിൽ ഓയിലോ ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിലോ ചേർക്കുന്നത്, ഡാൽഡയോ ചേർക്കുന്നതൊക്കെ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മിൽമ നെയ്യില്ലേ, അത് ചേർത്താലാണ് സൂപ്പർ കേക്കാൽ. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാധാ നോർമൽ ഓയിൽ ചേർക്കുന്ന നെയ്യിൽ ഓയിൽ ചേർത്താലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മുമ്പൊക്കെ ഉണ്ടാക്കുന്നവർ നെയ്യും മിൽമ നെയ്യും ഓയിലും കൂടി ചേർക്കലുണ്ട്. അങ്ങനെ ചേർത്താൽ പിന്നെ നമ്മൾ ഓയിലിട്ട് പൊരിച്ചെടുക്കൂലേ, അപ്പം ഭയങ്കരമായിട്ട് പത വരും. 1-2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഓയിലിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുമ്പം ഭയങ്കരമായിട്ട് നിരയും പതയും വന്ന് നിറഞ്ഞ് പുറത്തേക്ക് എണ്ണ മറിയും. അതുകൊണ്ടല്ലാന്ന് നമ്മൾ വെറും ഓയിൽ മാത്രം യൂസാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ കുഴലപ്പത്തിൻ്റെ ഏകദേശം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അത് ചുടാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വലിയ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലേ വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂ. ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ കുഴലപ്പൊക്കെ 1ാം ബാച്ച് ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഇടുമ്പം തന്നെ കുഴലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും നല്ല മൊരിച്ചലുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ടാണ് കുഴലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ
അങ്ങനെ കുഴലപ്പം ചുട്ടെടുക്കലോടുകൂടി അന്നത്തെ പണി തീർന്നിട്ടുണ്ട്. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഏകദേശം പീരിയഡ് അവൾ സെറ്റാക്കിയിട്ടുണ്ട്. എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആരോ എന്നോട് പിന്നെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് പീരിയഡിനതൊന്ന് വൃത്തിക്ക് കാണിച്ചു തരുമോ എന്ന് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൾ ഏകദേശം പരത്തി കഴിഞ്ഞിട്ടുണ്ട്, സംഭവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് പീരിയഡിനത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറിച്ച് വെച്ചതിൽ നിന്ന് ഒരു റൗണ്ട് എടുത്തിട്ട് അതിലേക്ക് പണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒരു വിരൽ വെച്ചിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ അമർത്തി കൊടുക്കുക. എങ്ങനെ പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്ലോയിൽ എടുത്ത പോലെ തന്നെ ഇട്ടത്. സ്പീഡാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, അടിപൊളിയായില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയേ പണിയല്ലോ, ഒരിക്കൽ ചെയ്താൽ പിന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവൾക്ക് പിരീഡാനൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഞാൻ ഉണ്ടാക്കുമ്പം ചെയ്ത് നോക്കിയിട്ട് ഇന്ന് ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ എല്ലാം പിരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് തരിയുണ്ടാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അങ്ങനെ കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് പണി കാജ കുഴച്ചെടുക്കലോ പരത്തലൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മാവൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം വേണം, അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ്. ഓയിലൊക്കെ ചേർത്തിട്ട് എള്ളും ഉപ്പൊക്കെ ചേർത്തിട്ട് മൈദ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാജൻ്റെ റെസിപ്പിയും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാജൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 1.5 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ ഒന്ന് പോയിട്ട് നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഇന്ന് എനിക്ക് വേഗം പണിയൊക്കെ തീർക്കണം, കാരണം ഇന്ന് എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണം. സ്കൂളും മദർസൊന്നും ഇല്ലായിട്ട് മോള് കുറേ ദിവസമായി പറയുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഹസ്ബൻഡിൻ്റെ റിലേഷനിലൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിനൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പണിയെടുക്കുന്നത്. നിങ്ങളെല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ വേഗം പണിയെടുക്കൽ. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പണിയെടുക്കൽ. അങ്ങനെ ഇതാ മാവ് ഒരുപാടുണ്ടായതുകൊണ്ട് ഞാൻ ഫുള്ള് ഒന്നിച്ച് കുഴക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് 2 ഭാഗമാക്കിയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അരിമാവ് ഇട്ടിട്ടാണോ പരത്തുന്നത്, നല്ലപോലെ പരക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അരിമാവൊന്നല്ല പരത്താൻ ഉപയോഗിക്കുന്നത്, സാധാ മൈദ തന്നെയാണ് പരത്താൻ ഉപയോഗിക്കുന്നത്. അത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പം അങ്ങനെ മൈദ നമ്മളോട് സഹകരിക്കൂല. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കളിക്കുമ്പോൾ മൈദക്ക് മനസ്സിലാവും ഇത് എന്നെ വിട്ട് പോകൂലാന്ന്. അപ്പം എന്താകും, താനെ പരന്നോളും. നമ്മൾ കൈ ഇങ്ങനെ ചെയ്ത് വരുമ്പം അത് ഓട്ടോമാറ്റിക്ക് എല്ലാം റെഡിയാകും. എപ്പെങ്കിലും ഓരോ ദിവസം ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കാണത്. അതുപോലെ തന്നെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ട് പീരിയഡൊക്കെ ഇതുപോലെ മുറിച്ചിട്ടാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നെന്ന്. എനിക്ക് തോന്നുന്നത് അത് നല്ല ലൂസിൽ കുഴച്ചത് കൊണ്ടായിരിക്കാം. വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇതിൽ കറക്റ്റായിട്ട് ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കുറേ പ്രാവശ്യം കാണുമ്പോൾ അത് മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നിങ്ങൾക്ക് ഒരേ ഐറ്റംസ് തന്നെ ഇങ്ങനെ പരത്തുന്നതും എടുക്കുന്നതും ഒക്കെ കാണിച്ചു തരുന്നത്. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ മടുപ്പൊക്കെ ഇല്ലേന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും പൂർണ്ണ സപ്പോർട്ടുണ്ട്. അങ്ങനെ കാജയൊക്കെ പരത്തലും മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ അവൾ പിരിയഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2-3 ബാച്ച് അവൾ കോരി എടുത്തിട്ടുണ്ട്, ഇനി ഇടാനും ഉണ്ട് കുറച്ച്. അങ്ങനെ പിരിയഡയും അവൾ വേഗം ഉണ്ടാക്കി. പിന്നെ അപ്പം തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ചൊവ്വാഴ്ച കൊടുക്കാനുള്ള ഓർഡറായിരുന്നു. എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകേണ്ടത് കൊണ്ട് വേഗം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിരിയഡൊക്കെ ചുട്ടതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ കാജി ഇട്ട് വറുത്ത് കോരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, വലിയ ഉരുളി വെച്ചതുകൊണ്ട്. ഓൾ ഇത്രയും സമയം പണിയെടുത്തില്ലേ, ഇനി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓളെ അങ്ങ് ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ട് നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാജ. പിന്നെ ഒരു കമൻ്റ് ഉണ്ട് സ്ഥിരമായിട്ട് വരുന്നത് ബോളിയും പായസവും ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് വെച്ചിട്ട്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. കാരണം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതാ ഞാൻ 12:15 ഉണ്ടാക്കി കഴിഞ്ഞത്. എന്നിട്ട് നാസ്ത കഴിക്കുന്നുണ്ട്. ഇനി ഇന്ന് ഉച്ചക്കത്തെ ഫുഡൊന്നുമില്ല. അങ്ങനെ ചട്നിയും ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൽ മധുരം ചേർക്കൂലേന്ന്. കാജയിൽ മധുരം ഞാൻ ഇതുപോലെ പഞ്ചസാര പൊടിച്ചിട്ട് എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇട്ടുകൊടുക്കൽ. ഇതുപോലെ അങ്ങനെ ഫുള്ളൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരുപോലെ റെഡിയാക്കി കൊടുക്കലാണ്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് തൂക്കിയിട്ടൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ ബിരിയാണിയും കാജിയും കുഴലപ്പവും ഒക്കെ ഞാൻ തൂക്കിയിട്ട് ഓരോ കവറിലാക്കിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവർക്ക് എത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതാ ക്ലീനിങ് ആണ്, അവിടെ ഒക്കെ ഒന്ന് ക്ലീനിങ് ആക്കി എടുക്കണം. വേഗം ക്ലീനിങ് ആക്കിയിട്ട് വേണം എനിക്ക്
കുളിച്ച് റെഡിയായിട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടന്ന് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കാണാൻ തന്നെ നല്ല മുഞ്ചില്ലേ. അങ്ങനെ 1 മണിയാകുമ്പോൾക്ക് നമ്മുടെ അപ്പം ചുടൽ പരിപാടിയും ക്ലീനിങ് പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ച് റെഡിയായിട്ട് വേണം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് നല്ല സുന്ദരിയായിട്ട് പോകാൻ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം ജെറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ പറന്ന് പോവുകയാണ് ഗൈസ്. കുന്നും മലയും ഒക്കെ താണ്ടിയിട്ടാണ് എൻ്റെ യാത്ര. നല്ല അടിപൊളി സുന്ദരമായ യാത്ര. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൂടിയുണ്ട്. കല്യാണം ഉണ്ടായതുകൊണ്ടാണ് അവിടേക്ക് പോയത്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കാരണം അത് ഇത്രയും കാലം ഞാൻ കല്യാണത്തിന് പോയിട്ട് ഞാൻ ഒരു വിശേഷങ്ങളും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തില്ല. പക്ഷേ ഇതെനിക്ക് ഉൾപ്പെടുത്തണം തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരീരം മൊത്തം തളർന്ന ഒരു വ്യക്തിയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. നമ്മുടെ കൈയും കാലും ഒക്കെ തളരാതെ ഉണ്ടെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വേദന വരുമ്പോൾ പരാതി പറയുന്ന നമ്മൾ തീർച്ചയായും ആ വ്യക്തിനെ കാണണം. കാരണം എന്ന് വെച്ചാൽ അവരുടെ തലക്ക് മുകളിൽ മാത്രമേ അനക്കുള്ളൂ, ബാക്കി മൊത്തം തളർന്നിട്ടില്ല. എന്നിട്ടും അവർ കോടികളുടെ ആസ്തി ആ കടന്നെടുത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർ ആക്സിഡൻ്റ് ആയ ടൈമിൽ 0 നിന്നും തുടങ്ങിയിട്ട് ഇപ്പം കോടിക്കണക്കിന് ആസ്തി ഉണ്ടവർക്ക്. കാരണം എണീറ്റ് നടക്കാനോ ഒന്നും പറ്റൂല. നമ്മളിങ്ങനെ പരാതിപ്പെടും, കൈയുണ്ട് കാലുണ്ട് ഒക്കെ ഉണ്ട്, എന്നിട്ടും നമുക്ക് പരാതി. പക്ഷേ ആ മനുഷ്യന് ഇന്നലെ അവിടെ കണ്ടപ്പോൾ ചിരിച്ച മുഖം, എല്ലാവരോടും നല്ല സംസാരം. അവർ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മടുപ്പ് വന്നെന്ന് പറയണമെങ്കിൽ ഞാൻ എത്രത്തോളം പറയണമെന്ന്. അപ്പോൾ ഞാനെന്താ പറയേണ്ടതെന്ന്, ഞാൻ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങാണ്ടും ചെരിയാണ്ടും കിടക്കാൻ പറ്റാത്ത ഞാനെന്ത് പറയേണ്ടതെന്നാണ് അയാൾ നമ്മളോട് ചോദിക്കുന്നത്. അതേ സത്യം തന്നെയാണ് ആ പറയുന്നത്. ഇത്രത്തോളം നമുക്ക് പടച്ചോൻ അനുഗ്രഹം തന്നിട്ടും നമ്മൾ എപ്പോഴും പരാതി മാത്രം പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നിട്ടും തളരാതെ ഇത്രത്തോളം അവരുണ്ടാക്കി. അവരെ വീടിൻ്റെ ഹൗസ് വാമിങ്ങും മോളെ കല്യാണവും ഒന്നിച്ചായിരുന്നു. 10-16 വർഷത്തോളമായി അവർ കിടത്തത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.